ബസ് പുഴയിൽ നിന്നും ഉയർത്തുന്ന നടപടി, പുഴയിൽ നിന്നും കരയുടെ ഭാഗത്തേക്ക് ബസ് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പൂർണ്ണമായും അത് കരയിലേക്ക് എത്തിക്കണം. ആ മേഖലയിലെ ഉണ്ടായ അപകടത്തെ പറ്റിയാണ് ശ്രീ കുര്യാച്ചൻ നമ്മൾക്കൊപ്പം പ്രതികരിച്ചത്. ശ്രീ ഗോകുൽ, അവിടെ സ്ഥലവാസി കൂടിയായ ശ്രീ കുര്യാച്ചൻ നമ്മളോട് പറഞ്ഞത് 2 ഇറക്കങ്ങളുള്ള ഒരു റോഡിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഈ പാലത്തിന് വീതി ഉണ്ടായിരുന്നില്ല. ആ പാലത്തിൻ്റെ നിർമ്മാണം നടന്നു വരികയാണ്. ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലാളികളാണ് ആദ്യം അങ്ങോട്ടേക്ക് ഓടിയെത്തിയത്, ആളുകളെ രക്ഷിച്ചത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും അവരുടെ ഇടപെടൽ കൂടുതൽ മനുഷ്യജീവൻ രക്ഷിക്കുന്നതിന് കാരണമായിട്ടുണ്ടല്ലോ ശ്രീ ഗോകുൽ. പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അവിടെ വീടുകളും മറ്റുമൊക്കെ ഉണ്ടെങ്കിലും ആ റോഡ് കേന്ദ്രീകരിച്ച് ആളുകൾ ഈ സമയത്തൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഈ സമയത്ത് നല്ല ഒരു സമയത്തും ആ പ്രദേശത്ത് ആ പാലം കേന്ദ്രീകരിച്ച് ആളുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ആളുകൾ ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഒത്തുകൂടി നിൽക്കുന്ന ഒരു പ്രദേശമല്ല അത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ ഘട്ടത്തിൽ ഈ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് ഈ ഇത്തരത്തിലുള്ള അപകടത്തിന്റെ തീവ്രത അല്ലെങ്കിൽ മരണസംഖ്യയൊക്കെ അതിന്റെ എണ്ണം കുറയ്ക്കാനും രക്ഷാപ്രവർത്തനമൊക്കെ വളരെ വേഗത്തിൽ ആക്കാനുമൊക്കെ സാധിച്ചത്. ഈ മുക്കത്തെ ഫയർഫോഴ്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ ഒക്കെ ഉണ്ട് ആ അപകടം നടന്ന സ്ഥലത്തേക്ക് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ഈ പ്രദേശവാസികളൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ ഈ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ ക്രെയിൻ ഉണ്ടായിരുന്നതും മറ്റ് യന്ത്ര സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്ന് അവിടെ നിന്ന് വിവരങ്ങൾ പുറത്തു വരുന്നു. ഈ അപകടം നടന്നതിന് ശേഷം രക്ഷാപ്രവർത്തനത്തിൽ വേഗത്തിലാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യവും സാധ്യതയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നത് ഇതിന്റെ തീവ്രത കൂടുതൽ വർദ്ധിക്കാതെ അല്ലെങ്കിൽ കൂടുതൽ അപകടങ്ങളൊന്നും സംഭവിക്കാതെ അല്ലെങ്കിൽ ഈ ആളുകളെ വളരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സഹായിച്ചു എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ സമയത്തും ഈ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു വർഷത്തിലധികമായിട്ട് ഇഴഞ്ഞു നീങ്ങുന്നു എന്നൊരു ധ്വനി ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. ഈ പാലത്തിന്റെ വീതി കൂട്ടിയതിനു ശേഷം വീതി കൂട്ടി അതിന്റെ കൈവരികൾ കൂടുതൽ ബലവത്താക്കുക എന്നൊരു ആവശ്യം അവർ നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അത് തന്നെയാണ് പറയുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാദം തന്നെയാണ് പ്രദേശവാസികളായിട്ടുള്ള ആളുകളും ഈ അപകടത്തിലെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളുകളൊക്കെ പറയുന്നത്. പാലത്തിന്റെ വീതി കൂട്ടി, കാരണം 2 വശത്തിൽ നിന്നും ഇറക്കമാണ്, ഇറങ്ങി വരുന്നത് ഈ പാലത്തിലേക്കാണ്. 2 ഭാഗത്തു നിന്നും വളരെ വേഗതയിൽ വാഹനങ്ങൾ വരികയാണെങ്കിൽ അത് കടന്നു പോകാൻ പ്രയാസമൊക്കെ ഉണ്ടാവുമായിരിക്കാം. നേരത്തെ ഒരു ദൃക്സാക്ഷി സൂചിപ്പിച്ചതുപോലെ ഒരു ബസ്സും ഒരു ജീപ്പൊക്കെ നേരിട്ട് കൂട്ടിയിടിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ അപകട സാധ്യത കൂടുതൽ ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ അവിടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ വേഗത്തിൽ തീർക്കുകയും ഈ വാഹനത്തിന് വളരെ ഈ അപകടമൊന്നും ഇല്ലാതെ അതുവഴി സഞ്ചരിക്കാനുള്ള ഒരു സാധ്യതയും ഒക്കെ ഒരുക്കി വെക്കുകയാണ് ഈ ഭരണകർത്താക്കൾ എന്തായാലും ചെയ്യേണ്ടത്. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ സ്വീകരിച്ചിരുന്നു, ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നുണ്ട്. ഈ പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ അലംഭാവം ഉണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇത്തരത്തിൽ അപകടം നടക്കുമ്പോൾ അവിടെ പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് എന്നും അത് പുരോഗമിക്കുകയാണെന്നും മനസ്സിലാക്കുന്നു. അതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ അപകടം നടന്ന സമയത്ത് ഈ രക്ഷാപ്രവർത്തനത്തിൽ വേഗത്തിലാക്കാൻ സാധിച്ചത്. ഈ ക്രെയിനൊക്കെ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ബസ്സിന്റെ മുൻഭാഗം കുത്തിയിട്ടാണ് പുഴയിലേക്ക് വീണത്. നമുക്കത് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. താനും ഈ മുൻഭാഗത്ത് നിന്ന്, അതായത് വെള്ളത്തിനടിയിലേക്ക് പോയ ഭാഗത്ത് നിന്നുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ഈ ക്രെയിനൊക്കെ അവിടെ ഉണ്ടായിരുന്നത് വളരെ സഹായകരമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കട്ടറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ മുൻഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ആളുകളെ പുറത്തെടുക്കാൻ വേണ്ടി സാധിച്ചത്. മുകളിലുള്ള ആളുകളെയൊക്കെ കരക്കയറ്റാൻ ശ്രമിച്ചപ്പോഴും ഈ വെള്ളത്തിനടിയിലേക്ക് പോയ അല്ലെങ്കിൽ വണ്ടിയുടെ മുൻഭാഗത്ത് കുടുങ്ങിയിരുന്ന ആളുകളെ പുറത്തെടുക്കാനാണ് സഹായകരമായത്. അവിടെ നാട്ടുകാരായിട്ടുള്ള ആളുകളൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും ആ യന്ത്രം ക്രെയിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ എന്തായാലും വളരെ സഹായകരമായിട്ടുണ്ട്. പക്ഷെ ഇനി എന്തായാലും സ്വീകരിക്കേണ്ട നടപടി ഈ പാലവുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അത് കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളാണ് എന്തായാലും ഭരണകർത്താക്കളും അധികൃതരൊക്കെ സ്വീകരിക്കേണ്ടത്. ഇത് തുടർച്ചയായിട്ടുള്ള ഈ ഭാഗത്ത് തന്നെ ഇതേ സ്ഥലം കേന്ദ്രീകരിച്ച് തന്നെ അപകടം നടക്കുന്നത് പതിവാകുന്നു. ബസ്സും ജീപ്പും ഒക്കെ കൂട്ടിയിടിച്ച് അപകടം സംഭവിച്ചതായിട്ട് നാട്ടുകാർ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ 2 ഇറക്കങ്ങൾ വന്ന് സംഗമിക്കുന്ന ഒരു സ്ഥലമായതിനാൽ തന്നെ ആ പ്രദേശത്തിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അപകട സാധ്യതയും നാട്ടുകാരും പഞ്ചായത്തിന്റെ അധികൃതരും ഭരണാധികാരികളും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നു. അത് പരിഹരിച്ചിട്ട് ഈ പ്രദേശത്തെ അപകട സാധ്യത കുറയ്ക്കുന്ന, ഇനി സംഭവിക്കാതിരിക്കുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണമാണ് അവിടെ നടക്കേണ്ടിയിരിക്കുന്നത് മനസ്സിലാകുന്നു. ഈ അവിടെയുള്ള പ്രദേശവാസികളിൽ നിന്ന്
മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാലത്തിന്റെ വീതി കൂട്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്, പുരോഗമിക്കുകയാണ് എന്നാണ്. അത്തരത്തിലുള്ള നടപടികളൊക്കെ ഈ സമയബന്ധിതമായി തീർപ്പാക്കിയിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു അപകടം സംഭവിക്കില്ലായിരുന്നു എന്നൊരു കാര്യം അവിടെ നിന്ന് എല്ലാ ആളുകളും, നമ്മളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ എടുത്ത എല്ലാ ആളുകളും പറയുന്നുണ്ട്. സമയബന്ധിതമായിട്ടല്ല ഇവിടെ ഇത്തരത്തിലൊരു നടപടി മുന്നോട്ടേക്ക് പോകുന്നത്, ഇതിന്റെ പ്രവർത്തനം മുന്നോട്ടേക്ക് പോകുന്നത്. ഇവിടെയുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച്, ഇവിടെ വാഹനങ്ങൾ കടന്നു പോകാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ സംബന്ധിച്ച് ഈ പാലം ഇങ്ങനെ തന്നെ നിലനിർത്തിയാൽ, ആ പ്രദേശത്തെ അങ്ങനെ തന്നെ നിലനിർത്തിയാൽ ഉണ്ടാവാനുള്ള അപകട സാധ്യതയെ സംബന്ധിച്ചൊക്കെ നിരവധി തവണ പൊതുമരാമത്ത് വകുപ്പിനെ അറിയിച്ചിരുന്നു. പഞ്ചായത്തിന്റെ ശ്രദ്ധയിലുള്ള വിഷയം തന്നെയാണത്. പക്ഷെ പൊതുമരാമത്ത് വകുപ്പിന് ആ വിഷയത്തിൽ വേണ്ട രീതിയിൽ ഇടപെടാൻ സാധിച്ചിട്ടില്ല എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഈ അപകടം നടന്ന സമയത്ത് എന്തായാലും ഇതിന് കാരണക്കാരായി പഞ്ചായത്ത് പ്രസിഡന്റും നാട്ടുകാരും ദൃക്സാക്ഷികളും ഒക്കെ പറയുന്നത് പൊതുമരാമത്ത് വകുപ്പിനെയാണ്. അതിനെ സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണമോ അല്ലെങ്കിൽ വിവരമോ ഒന്നും അല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് നാട്ടുകാരുടെ പ്രതികരണങ്ങളിൽ നിന്നാണ്, അവിടെ താമസിക്കുന്ന അല്ലെങ്കിൽ ആ പ്രദേശവാസികളായിട്ടുള്ള ആളുകളിൽ നിന്നാണ്, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളുടെ ഒരു പ്രതികരണം തന്നെയാണ്. അവരുടെ വികാരത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ എന്തായാലും ഭരണകർത്താക്കൾ തയ്യാറാവേണ്ടതാണ്. കാരണം നിരന്തരമായി അപകടം നടക്കുന്ന സ്ഥലം, 2 ഇറക്കങ്ങളുടെ താഴെ 2 ഇറക്കങ്ങൾ വന്ന് കൂടിച്ചേരുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ഈ 2 ഇറക്കങ്ങളെ അല്ലെങ്കിൽ 2 കയറ്റങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാകുമ്പോൾ 2 ഭാഗത്തു നിന്നും വാഹനങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന അപകട സാധ്യതകളൊക്കെ നേരത്തെ നാട്ടുകാരും അവിടെയുള്ള ആളുകളൊക്കെ മനസ്സിലാക്കിയിട്ടും അത് ഈ ഭരണകർത്താക്കൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനെ ആയിരിക്കാം ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നൊരു പ്രാഥമികമായ വിലയിരുത്തൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു അനുമാനം നാട്ടുകാർക്കും പഞ്ചായത്ത് ഭരണാധികാരികൾക്കും ഒക്കെ ഉണ്ട്. എന്തായാലും ഈ അപകടത്തിൽ ഇപ്പോൾ 2 മരണങ്ങൾ സംഭവിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. വിവിധ ആശുപത്രിയിൽ കഴിയുന്ന ആളുകളെ അവരുടെ പരിക്കിന്റെ ഗുരുതരാവസ്ഥ അനുസരിച്ച് മറ്റു പല ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലൊക്കെ ആളുകളെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ആദ്യം അപകടം സംഭവിച്ച സമയത്ത് തന്നെ അവിടെയുള്ള മുഖത്തെയും മറ്റും സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ആളുകളെ മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പുഴയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പുഴയിലൊക്കെ തെളിഞ്ഞ വെള്ളമാണ്. നേരത്തെ നമ്മളോട് സംസാരിച്ച പ്രതികരണം നൽകിയ ആ പ്രദേശവാസിയും പറഞ്ഞിരുന്നു ഇന്നലെയൊക്കെ വലിയ മഴയായിരുന്നു, ഇന്നിപ്പോ തെളിഞ്ഞ വെള്ളമാണ്. പുഴയിലേക്ക് കരയിൽ നിന്ന് നോക്കിയാൽ തന്നെ പുഴയിൽ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ആളുകൾ അകപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഈ പുഴ കേന്ദ്രീകരിച്ചുള്ള ഒരു തിരച്ചിൽ കൂടി നടക്കുന്നുണ്ട്. കാരണം എത്ര പേരാണ് കൃത്യമായി ബസ്സിൽ ഉണ്ടായത് എന്നോ ആരൊക്കെയാണ് ബസ്സിൽ ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച വിവരങ്ങൾ യാത്രക്കാരായ ഒരാളിൽ നിന്നും നമുക്ക് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളിൽ നിന്നും ഇപ്പോൾ ഒരു അഭിപ്രായം തേടാനോ ആരെങ്കിലും ഒക്കെ പറ്റി ചോദിക്കാനോ സാധിക്കുന്ന ഒരു സാഹചര്യവുമല്ല. അതുകൊണ്ട് തന്നെ ഈ പുഴ കേന്ദ്രീകരിച്ച് പുഴയിനകത്ത് ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ പോയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച തിരച്ചിലും ആ പ്രദേശവാസികളുടെയും ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ആരുമില്ല, എല്ലാവരെയും രക്ഷപ്പെടുത്തി എന്ന അനുമാനം തന്നെയാണുള്ളത്. അത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണം തന്നെയാണ് ലഭ്യമാകുന്നതെങ്കിൽ കൂടിയും ഈ തിരച്ചിൽ നടത്താത്തത് കൊണ്ട് ഇനിയൊരു അപകടം ഉണ്ടാവാൻ പാടില്ല എന്നൊരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് പുഴ കേന്ദ്രീകരിച്ചുള്ള ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു തിരച്ചിൽ കൂടെ നടക്കുന്നുണ്ട്. ഉള്ളിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും എടുത്തു. ബസ്സിന്റെ അടിയിലും ആരുമില്ല എന്ന് ഈ പരിശോധനയിൽ കൂടി ഉറപ്പിച്ചതാണ്. പുഴയിൽ ബസ് പുഴയിലേക്ക് വീണതിന് ശേഷം ആരെങ്കിലും തെറിച്ച് പുഴയിൽ വീണ് പോയാലും വളരെ പെട്ടെന്ന് ഒഴുകിപ്പോകുന്ന ഒരു ഒഴുക്കോ അത്തരത്തിലുള്ള ശക്തമായ തീവ്രമായ ഒരു ഒഴുക്കൊന്നും ആ പുഴയിലില്ല. മഴ പെയ്തിരുന്നെങ്കിൽ കൂടിയും ഒരാൾപ്പൊക്കം മാത്രമുള്ള വെള്ളമാണ്. വലിയ കയമോ ആഴമോ ഉള്ള പ്രദേശമൊന്നുമല്ല ഈ അപകടം നടന്നിട്ടുള്ളത്. വളരെ വേഗത്തിൽ ഒഴുകി പോകാനുള്ള സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അപകടാവസ്ഥ നിലവിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിലും ആരെങ്കിലും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച പരിശോധന ഈ അപകടം നടന്നതിന്റെ ചുറ്റുപ്രദേശങ്ങളിൽ ഒരു 100-200 മീറ്റർ താഴേക്ക് ഒക്കെ ആയിട്ട് പരിശോധന നടക്കുന്നുണ്ട്. ഈ ആളുകളെയൊക്കെ ആശുപത്രിയിലേക്ക് ഇപ്പോൾ ബസ്സിൽ നിന്ന് മാറ്റി വിവിധ ആശുപത്രിയിലേക്ക് എത്തിച്ചു. 40-ലധികം ആളുകളുണ്ട്. ഈ പരിക്ക് ഗുരുതരാവസ്ഥയായിട്ടുള്ള ആളുകളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മറ്റാളുകൾക്ക് ഇപ്പോൾ മുക്കത്തും മറ്റുള്ള സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ചികിത്സ നൽകി വരികയാണ്. ഗുരുതരാവസ്ഥയിലുള്ള ആളുകൾ 3 പേരാണ് എന്നാണ് പ്രാഥമിക ഘട്ടം മുതലേ നമ്മൾ പറയുന്നത്. അത് ബസ്സിന്റെ മുമ്പിലിരുന്ന ആളുകളാണ്. അത് സ്വാഭാവികമായിട്ടും ബസ്സിന്റെ മുൻപ് കുത്തിപ്പുഴയിലേക്ക് വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മുമ്പിലുള്ള ആളുകൾക്കായിരിക്കും കൂടുതലായിട്ട് പരിക്ക് പറ്റുക. അത്തരത്തിൽ പരിക്ക് പറ്റിയ ആളുകൾ തന്നെയാണ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ളതും മരണപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള ആളുകൾ. പുറകിലുള്ള ആളുകൾക്കൊന്നും
ഗുരുതരമായിട്ടുള്ള ഒരു പരിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ അപകടത്തിന്റെ യഥാർത്ഥ കാരണം എന്ത് എന്നതിനെ സംബന്ധിച്ച്, ബസ്സിന് എന്തെങ്കിലും സാങ്കേതിക തകരാറുണ്ടായിരുന്നോ എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. അത്തരത്തിലുള്ള വിവരങ്ങളിലേക്ക് കടക്കാനായിട്ടില്ല, വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകളുടെ വിവരങ്ങൾ അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ടിയിരിക്കുന്നു. ബസ് പൂർണ്ണമായും പുറത്തെത്തിച്ചതിന് ശേഷം പരിശോധന നടത്തിയാൽ മാത്രമേ ഒന്നെങ്കിൽ ഡ്രൈവറുടെ മൊഴി എടുക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം മറുപടി പറയേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ബസ് പുറത്തെത്തിയതിനു ശേഷം എന്തെങ്കിലും പരിശോധന നടത്തിയാൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. എന്തായാലും നിയന്ത്രണം വിട്ടിട്ടാണ് ബസ് മറിഞ്ഞത് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്, പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഇത്തരത്തിലാണ് അപകടം നടന്നിട്ടുള്ളത്. ഒരു കാറിനെ മറികടക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അപകടം നടന്നത് എന്ന് പറയുന്നു. അതും നമുക്ക് സ്ഥിരീകരിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു വിവരമല്ല. ദൃക്സാക്ഷികളിൽ നിന്നും രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം പറയുന്നത്. അതുകൊണ്ടാണ് സ്ഥിരീകരിക്കാൻ സാധിക്കാത്തത്. അത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണത്തിന് പ്രധാനമായിട്ടും ഈ അപകടത്തിൽപ്പെട്ട ആളുകളുടെ ബൈറ്റ് അല്ലെങ്കിൽ അവരുടെ പ്രതികരണം ലഭ്യമാകേണ്ടിയിരിക്കുന്നു. ഡ്രൈവറുടെ കണ്ടക്ടറുടെ ഒക്കെ പ്രതികരണം ലഭ്യമാകേണ്ടിയിരിക്കുന്നു. ആ പ്രതികരണങ്ങളൊക്കെ വരുന്ന സമയത്ത്, വരുന്ന നിമിഷത്തിൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ഇപ്പോൾ അവർക്ക് പ്രധാനമായിട്ടും പ്രാഥമിക ചികിത്സയും അടിയന്തര ചികിത്സയും ഒക്കെ നൽകുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ആളുകളുടെയും അവരുടെ പരുക്കിന്റെ ഗുരുതരാവസ്ഥ അനുസരിച്ച് ഓരോ മറ്റു സ്ഥലങ്ങളിലേക്ക് ക്രമീകരിക്കുന്ന, ഷിഫ്റ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ആളുകളെ കയറ്റി അയക്കുന്ന ഒരാളെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കി ആളുകളുടെ പരിക്ക് ഗുരുതരമല്ല എന്നൊരു വിലയിരുത്തലാണ് നിലവിൽ അവിടെ ഉള്ളത്. എന്തായാലും ഡോക്ടറുടെയും വിദഗ്ധ സംഘത്തിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഈ പരിക്ക് പറ്റിയ ആളുകൾക്ക് എന്തായാലും ട്രീറ്റ്മെന്റ് നൽകുന്ന നടപടികളൊക്കെ പുരോഗമിക്കുന്നു. ഈ പുഴ കേന്ദ്രീകരിച്ച് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഒരു തിരച്ചിൽ നടക്കുന്നുണ്ട്. ആരെങ്കിലും ഒക്കെ അകപ്പെട്ടു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ പുറത്തു പോയിട്ടുണ്ടോ, രക്ഷിക്കാൻ പുഴയിൽ നിന്ന് അപകടം സംഭവിക്കുന്ന സമയത്ത് തന്നെ ബസ്സിൽ നിന്ന് തെറിച്ചു വീണ് ഒഴുകി പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്ന ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലൊരു പരിശോധന നടത്തുന്നു. അതോടൊപ്പം വാഹനം പുഴയിൽ നിന്ന് ഉയർത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാഹനത്തിന് എന്തെങ്കിലും ടെക്നിക്കൽ തകരാറുണ്ടോ എന്നതിനെ സംബന്ധിച്ച പരിശോധന നടക്കുകയില്ലയോ എന്നുള്ള അറിയില്ല. എന്തായാലും വാഹനം പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ പുഴയുടെ ഭാഗത്തുനിന്ന് ആളുകളൊക്കെ പിരിഞ്ഞു പോകുന്ന ഒരു ഘട്ടമാണ്. ആളുകളൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രവർത്തനത്തിലാണ് അവിടെയുള്ള ആളുകളൊക്കെ ഏർപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ സമ്പൂർണ്ണമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ബസ് പുഴയിൽ നിന്ന് ഉയർത്താനുള്ള നടപടികളും അതിൻ്റെ സ്വാഭാവികമായി അതിൻ്റെ നടപടികൾ നടക്കുന്നു. ആ ബസ്സിൻ്റെ അടിയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. ആരും ആ പുഴയിലോ ആ ബസ്സിൻ്റെ അടിയിലോ കുടുങ്ങിക്കിടപ്പില്ല തുടങ്ങിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒരു മരണം നടന്നു എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ റോഡ് അല്ലെങ്കിൽ ഈ പാല അപകടാവസ്ഥയിലായിരുന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ അപകടം നടന്ന പശ്ചാത്തലത്തിൽ ഈ റോഡിൽ കൂടിയുള്ള വാഹന ഗതാഗതം ഇപ്പോൾ തിരിച്ചുവിട്ടിട്ടുണ്ടോ? എന്താണ് ഇനിയും ഈ പാലത്തിൽ കൂടി ഈ പാലത്തിൻ്റെ ഈ കൈവരികൾ അല്ലെങ്കിൽ ഈ അപകടാവസ്ഥ മാറ്റാതെ ഈ പാലത്തിൽ കൂടി ഇനി സഞ്ചാരം, വാഹനങ്ങളുടെ സഞ്ചാരം സാധ്യമാണോ ഗോകുൽ? അത് നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ? നിർമ്മാണം നടക്കുന്ന സമയത്തും വാഹനങ്ങളൊക്കെ ആ വഴി തന്നെ ആയിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഈ പാലത്തിന് കൈവരി ഉണ്ടായിരുന്നില്ല. നിർമ്മാണം നടക്കുന്നത് കൊണ്ട് ആ പാലത്തിന് കൈവരി ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്തൊക്കെ ആ പ്രദേശത്തെ ഗതാഗതം തടസ്സപ്പെട്ടും അല്ലെങ്കിൽ ആ വഴി യാത്ര പോകുന്ന ആളുകളൊക്കെ വണ്ടി നിർത്തി രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുന്ന ഒരു കാഴ്ചയൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ബസ് മറിഞ്ഞതിന് ശേഷവും ബസ് ഓടുന്നതിന് മുമ്പുണ്ടായിരുന്ന സ്ഥിതിക്ക്, ആ പാലത്തിന്റെ സ്ഥിതിക്ക് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. കൈവരി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ എന്തെങ്കിലും പ്രതികരണങ്ങളോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളോ ഉണ്ടായാൽ മാത്രമേ അത്തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കുകയുള്ളൂ. ഈ പ്രദേശത്തെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് ഇതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതുവഴിയുള്ള ഗതാഗത സംവിധാനം തുടർന്ന് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങളായിട്ടുള്ള പല പ്രതിഷേധങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. ഈ പാലത്തിന്റെ ശോചനീയാവസ്ഥ അല്ലെങ്കിൽ അപകട സാധ്യതയെ സംബന്ധിച്ച്, ഇത് പുതുക്കി പണിയണം എന്നതിനെ സംബന്ധിച്ച്. അതിനുശേഷം അപകടം തുടർച്ചയാവുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. നേരത്തെ ഒരു ബസ്സും ജീപ്പൊക്കെ കൂട്ടിയിടിച്ചു. ഇപ്പോൾ ഒരു ബസ് മറിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നിരന്തരമായി പ്രദേശവാസികളും പഞ്ചായത്തും ഒക്കെ ഈ പാലത്തിന്റെ നവീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ആ ആവശ്യവുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പിനെ സമീപിക്കുകയോ ഒക്കെ ചെയ്യുകയും അതിലൊരു നടപടി ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്നു. വീണ്ടും അപകടം നടക്കുന്നു, മരണം സംഭവിക്കുന്നു. അത്തരത്തിൽ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി നാട്ടുകാർ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ആ പ്രദേശത്തെ ഗതാഗതത്തെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി നമുക്കിപ്പോൾ പറയാൻ വേണ്ടി സാധിക്കില്ല. നേരത്തെയൊക്കെ അപകടം നടന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ വാഹനം കടത്തിവിടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം
ക്രെയിൻ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതിനായിട്ട് ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിനായിട്ട് അവിടുത്തെ ഗതാഗതം താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ബസ് പൂർണ്ണമായും മാറ്റിവെച്ചിട്ടുണ്ട്, ഉയർത്തിയിട്ടുണ്ട്. ഈ രക്ഷാപ്രവർത്തനത്തിന് വന്നു ആളുകളൊക്കെ മടങ്ങിപ്പോയിട്ടുണ്ട്. ആളുകളെയൊക്കെ ഏകദേശം രക്ഷപ്പെടുത്തി പുറത്തെത്തിച്ചു എന്നതിന്റെ അനുമാനത്തിൽ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളുകളൊക്കെ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി പിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഗതാഗതമൊക്കെ ആ വഴി തന്നെ നടക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അത് സ്വാഭാവികമായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപകട സാധ്യത ഉള്ളത് തന്നെയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് അധികൃതരുടെ ഭാഗത്തുനിന്ന് ധൃതിയുള്ള ഒരു നടപടി, പെട്ടെന്നുള്ള ഒരു നടപടി ഉണ്ടാവണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. തീർച്ചയായും ഈ മേഖലയിൽ അപകടം തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അത്തരത്തിലുള്ള മുൻകരുതലൊന്നും എടുക്കാതെ പോയത് ഇവിടെ അപകടം വിളിച്ചു വരുത്തുന്നതിന് കാരണമായി. ഇവിടെ കൃത്യമായി ഇവിടെ പാലത്തിൻ്റെ പുനർനിർമ്മാണം നടന്നു വരുന്നതിന് ഇടയാണ്, അല്ലെങ്കിൽ അതിൻ്റെ അറ്റകുറ്റപ്പണി നടന്നു വരുന്നതിന് ഇടയാണ് ഇത്തരത്തിലുള്ള അപകടം നടന്നത്. കോഴിക്കോട് തിരുവമ്പാടി കാളിയമ്പുഴയിലാണ് ബസ് പുഴയിലേക്ക് മറിഞ്ഞ 2 മരണം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള വിവരം പുറത്തു വരുന്നു. ആനക്കാമ്പൊയിൽ സ്വദേശി രാജേശ്വരി, ത്രേസ്യാമ്യ മാത്യു എന്നിവരാണ് മരിച്ചത്. 2 വീട്ടമ്മമാരാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റവരെ വിവിധ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു. ബസ്സിൽ കുടുങ്ങിക്കിടന്ന എല്ലാവരെയും പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ആരെങ്കിലും വെള്ളത്തിൽ കുടുങ്ങിക്കിടപ്പുണ്ടോ അല്ലെങ്കിൽ ബസ്സിനടിയിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള പരിശോധനകൾ ഫയർഫോഴ്സ് നടത്തി കഴിഞ്ഞു. അങ്ങനെ ആരും കുടുങ്ങിക്കിടപ്പില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്.